എല്ലാവർക്കും ലക്കി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഷിഫ ചിക്കൻ ഉണ്ടാക്കാനാണ് പോണത്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ വാ. വ്ളോഗിൽ കാണാനിലേക്ക് വാ. മുന്നിൽ പോകും. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ നേരെ വിട്ടത് മാവൂരിക്കാണ്. മാവൂർ ആരാന്നല്ലേ, ഞങ്ങളെ വല്യമ്മയാണ്. അപ്പോൾ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി 2 ദിവസം നിൽക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ 2 കുറുമ്മമാരിൻ്റെ കൂടി ചേച്ചി വ്ളോഗ് ചെയ്യണതല്ല, അപ്പോൾ ഞങ്ങൾ ചെയ്ത് തരാം, ചേച്ചി വീഡിയോ എടുത്തോളൂ പറഞ്ഞാണ്ട് അവരെൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇന്ന് ഫുള്ള് താരങ്ങൾ അവരാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. അച്ഛമ്മേനെ കാണാം. പേരാണ് ഇവിടേക്ക് ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാൻ ബാക്കിയുള്ള വീടുകളിലേക്കൊന്നും പോയിട്ടില്ല. കാരണം അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും വന്നതല്ല, ഇപ്പോൾ ബാക്കി റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പോരാന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ് ഞങ്ങളെല്ലാവരും കൂടെ. കുറച്ച് നമ്മള് അപ്പുറത്ത് തലക്കെത്തിയ അടുത്ത് ക്യാമറമാൻ ഞങ്ങളെ ഷൂട്ട് ചെയ്തു. ഇതാണ് നമ്മളെ ചാരു. ഞാൻ ആദ്യം വരുന്നു. ഞാൻ ക്യാമറമാനാവാണ്. മുന്നേ പോണ ഈ സ്ഥലത്തുണ്ടല്ലോ യൂട്യൂബ് കിട്ടില്ലാണ് ചാരു. ഇന്നൊന്നും കൂടെ വന്നില്ല. എന്തേ ദാദിന്റെ കളക്ഷനാണ്. ഒരു പ്ലാറ്റി ഗോൾഡൻ ഫുള്ള് ഗപ്പികളാ. ഇനിയിപ്പം നീ കിടന്നുറങ്ങുകയാണ്. നീച്ചാലോ 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 നീച്ചാലോ. അങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ അവസാനം ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റത്തെ ഫുഡാണ് ഈ സെറ്റാക്കി കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഓവനിൽ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഇഫ ചിക്കനുള്ള സോസൊക്കെ ഒന്ന് അടിച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിടയ്ക്ക് മോളെ പോയി പാൽ കൊടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി വരുന്നുണ്ട്. അപ്പം ചില വീഡിയോസ് ഇതിൽ ഇടയ്ക്ക് മിസ്സായിട്ടുണ്ട് എടുക്കാൻ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് വന്ന കുട്ടിയാണ്. ഇതിന് എന്ത് പറയും, ഇഷാനിന്നെ വിളിക്കാം. നീ ചിരിക്കൊന്നും വേണ്ട. വ്ളോഗിന്റെ ഓണർ അവിടെ ഇരിക്കുന്നു.
ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഞാൻ അതാ ക്യാമറമാൻ വടിയുണ്ട്. അല്ല ആ ഫോണും വീഡിയോ നമുക്ക് സാധനം കാണിച്ചിട്ട് ഇത് കണ്ടു. ഇതാണ് വൈബ്. നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി തന്നല്ലോ. ഓറിയല്ല ഏലക്കണ്ടോ? അവന്റെ റൂമിലും അടുത്തൂല പറഞ്ഞിട്ടാ നിങ്ങൾ എന്തെങ്കിലും വർത്താനം പറഞ്ഞു ചിന്ത പറയത്തെ. ഞാൻ എന്ത് പറയാനാ, രാവിലെ 8 മണിക്കൊക്കെ നല്ല ടേസ്റ്റ്. സ്ക്രീൻ ഒന്നും കൂടി ഇതാണ് ഷെഫ്. ഷെഫ് പിള്ളേ, ഷെഫ് മരമണ്ടൻ. ഈ രണ്ട് സാധനത്തിന് കുറച്ച് മുന്നേ ഒരു വീഡിയോയില്, അതായത് എൻ്റെ കറക്റ്റ് പറയാണെങ്കിൽ എൻ്റെ വളകാപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബ് വീഡിയോയിൽ ഞങ്ങളെയും കൂടി കൂട്ടണം പറഞ്ഞ് ആ രണ്ട് സാധനങ്ങളാണ് ഈ കാണുന്നത്, ദച്ചും സച്ചും. അത് കാരണം രണ്ടിൻ്റെ പേര് എനിക്ക് ഇടയ്ക്ക് കൺഫ്യൂഷനാണ്. പക്ഷെ ഇവിടെ വന്ന് നിന്നേരെയാണ് ഇപ്പൊ ഒന്ന് ഒന്നുകൂടെ ക്ലിയർ ആയത്. അപ്പൊ ഇതിലാരോ ദച്ചു സച്ചു. അപ്പൊ ഇതാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടാണ്. അച്ഛനെ ഉള്ളിൽ താഴത്തെ പോവാണ്. നീ നാളെ കാണുകയാണെങ്കിൽ കാണാം. ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വീട്ടിൽ രണ്ടാക്കുള്ള പാഴ്സൽ എടുത്തത് അമ്മ ദാ പോണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ആകെ മത്തായി. ഞങ്ങളിത് കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ നിന്നിനത് ദച്ചുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ദച്ചുവിൻ്റെ വീട് വല്യമ്മേൻ്റെ വീടിൻ്റെ നേരെ മുകളിലാണ്. അപ്പോൾ വല്യമ്മേൻ്റെ മോൻ്റെ കുട്ടിയാണ് ദച്ചു എന്ന് പറയുന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിനെ സച്ചു, അവനാണെങ്കിൽ വല്യമ്മേൻ്റെ മോളെ കുട്ടി. ഈ വെക്കേഷൻ തുടങ്ങിയാൽ പിന്നെ അവർ രണ്ടുപേരും ഒപ്പം തന്നെയാണ് ഇവിടെ ഏറെക്കുറെ. അപ്പോൾ ഒരു സൈക്കിൾ എടുത്ത് അങ്ങനെ എല്ലായിടത്തും പോയി അവരുടെ ലൈഫ് അങ്ങനെ ആ വെക്കേഷൻ അങ്ങനെ അടിച്ചു പൊളിച്ച് അവർ തീർക്കും. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ചിഞ്ഞ് അവിടെ പോയി ഒന്ന് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. വലിയ ദൂരമൊന്നുമില്ല, നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഈ കുട്ടീനെ കൊണ്ട് അങ്ങനെ നടന്നു പോകണ്ട കരുതിയിട്ട് ഏട്ടൻ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ആക്കി തന്നതാണ്. അങ്ങനെ ഞങ്ങൾ വല്യച്ഛനുള്ള പാഴ്സലൊക്കെ എടുത്തത് ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഒന്ന് നല്ലോണം ഒന്ന് കുളിക്കണം. രാവിലെ ഒരു കുളി കുളിച്ചതാണ്, പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഈ ചൂടത്ത് ഒറ്റ കുളി കൊണ്ട് മാത്രം നടക്കില്ല എന്നുള്ളതുകൊണ്ട് രാത്രി ഒരു കുളിയും കൂടി കുളിച്ചിട്ടാണ് കിടന്നുറങ്ങാൻ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ലച്ചൂസ് വ്ലോഗ്.